ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശരണ്യാണ്. ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കി കാണിക്കാൻ പോണതെന്ന് വെച്ചാൽ ബ്രോക്കലി, ക്യാരറ്റ്, എഗ് മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കണേ. അതിന് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പോലെ ബ്രോക്കലി ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. അതുപോലെ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞു വെക്കുക. 1-2 ക്യാരറ്റ് മതിയാവും. പിന്നെ ഒനിയൻ ഇതുപോലെ നീളത്തിൽ അരിയുക. ഒരു 3-4 വെളുത്തുള്ളി. പിന്നെ എഗ്ഗും ബ്ലാക്ക് പെപ്പറും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് സോൾട്ടും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണയായിരിക്കും മെഴുക്കുവരട്ടിക്ക് ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇടുക. കടുക് നല്ലോണം പൊട്ടിത്തിടങ്ങട്ടെ. 1-2 ടീസ്പൂൺ ഇട്ടോളൂ കേട്ടോ. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചതച്ച് വേണേൽ ഇടാം. ഞാനിപ്പോൾ മൊത്തത്തോടെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇടുക കേട്ടോ. ഒരു ടീസ്പൂൺ എരിവിനനുസരിച്ച്. നമുക്ക് ഇവിടെയൊക്കെ ചില്ലി കിട്ടാനായിട്ട്, ഗ്രീൻ ചില്ലി കിട്ടാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ക്രഷ്ഡ് ചില്ലി യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒനിയൻ ഇടുക. നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുക കേട്ടോ. ഒത്തിരി വരണ്ട് കിട്ടാൻ നിൽക്കണ്ട. അതിനുശേഷം നീളത്തിലായിരുന്നു വെച്ചിരിക്കുന്ന ക്യാരറ്റ്സ് ഇടുക. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രോക്കലി ഉണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ടിടുക. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഞാനിതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഉള്ള വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് മൂത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ബ്രോക്കലി ഇടുക, ഒനിയൻ, ക്യാരറ്റ്സ് ഇടുക, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇത്രയുള്ള സംഭവം. ഇത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ വേണ്ട, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്രീൻ ചില്ലി ഉള്ളവർക്കാണെങ്കിൽ അതിടാം കേട്ടോ. ഇപ്പോൾ ക്രഷ്ഡ് ചില്ലിക്ക് പകരം ഗ്രീൻ ചില്ലി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് സവോളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ചേർക്കുവാണെങ്കിൽ വേറൊരു ടേസ്റ്റ്. എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അടച്ചൊരു 3-4 മിനിറ്റ് വേവിക്കുക. മെഴുക്കുരുട്ടി ആയതുകൊണ്ട് തന്നെ അത് ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോവണ്ട. ഇതിപ്പോൾ എഗ്ഗ് ചേർക്കാതെ കഴിക്കേണ്ടവർക്കാണെങ്കിൽ ഇങ്ങനെ കഴിക്കാം. പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നല്ലതാണല്ലോ എഗ്ഗ് ചേർത്താൽ. അതുകൊണ്ട് എഗ്ഗും പെപ്പറും കൂടെ ഇട്ട മിക്സ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മെഴുക്കുരുട്ടി കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കുക. ഈ വെജിറ്റബിൾസ് അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നടുക്കുള്ള ആ ഒരു സ്പേസിലോട്ട് ഈ
എഗ്ഗ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഗ്യാസ് കുറച്ച് വെച്ചു കേട്ടോ. ആ എഗ്ഗിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് അടിക്ക് വെന്ത് വരട്ടെ, എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതിയേ. അടിയിലിങ്ങനെ വെന്ത് വരുന്നുണ്ട്. അല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട വേവാതെ തന്നെ ഇതിനകത്തോട്ട് മിക്സായി പോവും. അതുകൊണ്ടാണ് അവിടെ ആ മുട്ട മാത്രമായിട്ടൊന്ന് വെന്ത് വന്നിട്ട് മിക്സ് ചെയ്താൽ മതിയാവും. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടുക്കി പിടിക്കുവേ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ എഗ്ഗിൻ്റെ മിക്സിൽ ഞാൻ ചെറിയ ലേശം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞതിന് ശേഷം ആ വെജിറ്റബിൾസുമായിട്ട് എഗ്ഗ് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക കേട്ടോ. എഗ്ഗ് കുറച്ചുകൂടെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോഴത്തെ ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം കേട്ടോ. എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണേ.